അപ്പോൾ ഇന്നത്തെ ഡിസൈൻ എന്ന് പറയുന്നത് നല്ല ഫ്രഷ് ഓറഞ്ചസ് വെച്ചിട്ടുള്ള നമുക്ക് കുറച്ച് ഡെക്കറേഷൻ വർക്ക് കാണാം. അപ്പോൾ സാധാരണ നമ്മൾ ഫ്രഷ് ഓറഞ്ചസ് ഒക്കെ നമ്മൾ ഡയറക്റ്റ്ലി കട്ട് ചെയ്തിട്ട് ടോപ്പ് വെക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് ഇങ്ങനെ എന്താണ് ആ ഓറഞ്ചിൻ്റെ നീരും ഒക്കെ ഇങ്ങനെ ഊർന്ന് വന്നിട്ട് നമ്മൾ കേക്കിലൊക്കെ ആവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ടിഷ്യൂ പേപ്പറിൽ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് ഒരു 15 മിനിറ്റ്സ് കട്ട് ചെയ്ത് അതിൻ്റെ ടോപ്പിൽ വെക്കുമ്പോൾ തന്നെ കുറേ ജ്യൂസൊക്കെ ആ ടിഷ്യൂ വലിച്ചെടുക്കും. അപ്പോൾ അതിനുശേഷം ഒന്നുകൂടെ നമ്മൾ ടിഷ്യൂലൊന്ന് ജസ്റ്റ് തുടച്ചതിന് ശേഷമാണ് നമ്മൾ ആ കേക്കിൻ്റെ ടോപ്പിലേക്കൊക്കെ എടുത്ത് വെക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അതിങ്ങനെ ഊറി ഇറങ്ങി വരും. അപ്പോൾ നല്ലൊരു കേക്ക് ഡിസൈൻ ആയിരുന്നു എനിക്ക് തന്നിരുന്നത്. ലൈറ്റ് ഓറഞ്ചും ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് ഓറഞ്ചും ഒക്കെ വെച്ചിട്ട്. അപ്പോൾ ആ കുട്ടിക്ക് ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ ഓറഞ്ച് തീം എടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് നോർമൽ ഓറഞ്ചസ് ഒക്കെ മേടിക്കാൻ കിട്ടും, പക്ഷേ അത് കട്ട് ചെയ്ത് വെക്കുന്നതിനെക്കാട്ടി നല്ലതെന്ന് പറയുന്നത് നമ്മുടെ സിട്രസ് ഇല്ലേ അത് കട്ട് ചെയ്യാനാണ് കുറച്ചുകൂടെ പെർഫെക്ഷൻ കട്ടിങ്ങിൽ കിട്ടും. അതേപോലെ അതിൻ്റെ ആ ഇതളൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടുന്നത് ആ സിട്രസിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ആ സിട്രസ് ഓറഞ്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പേരും എടുത്ത് ഇതിനകത്ത് ഫോൾട്ട് ലൈൻ ആണ് കേട്ടോ ഈ ചെയ്തിരിക്കുന്നത്. 4 ഫോൾട്ട് ലൈൻ വെച്ചിട്ടാണ് ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഡിസൈൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കൂടെ ഒരു റെക്റ്റാങ്കിൾ കേക്കും കൂടെ ഉണ്ട്. അപ്പോൾ അതിനകത്തും കുറച്ച് ഓറഞ്ചസ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞത് നമുക്ക് വരച്ച് വെക്കാവോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അങ്ങനെ നമ്മൾ ആ റെക്റ്റാങ്കിൾ കേക്കും ഓറഞ്ച് ഡിസൈനിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത് ആരും കാണരുത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വിശേഷം. നമുക്ക് മറ്റേ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയും ബൈ.